നീ കൊറേ നേരമായാലും മോന്ത കെട്ടി പിടിച്ചിരിക്കണു, ഇനി മാത്രം എന്തുട്ടുണ്ടായ കാര്യം പറയും. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എപ്പോ നോക്കിയാലും നിനക്ക് സത്യം പറഞ്ഞ എന്താ പ്രശ്നം എന്ന് അറിയോ? നീ ഇമോഷണലി എപ്പോ നോക്കിയാലും അപ്സെറ്റ് ആണ്, സ്റ്റേബിൾ അല്ലാത്ത മനസ്സാണ് നിന്റെ. അതിന് എന്നെയൊന്നും വെറുതെ കുറ്റം പറയണ്ട. പ്രശ്നം മുഴുവൻ നിന്റെയാണ്. അല്ല, ഇങ്ങനെ പറയുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? മാനിപ്പുലേഷൻ ആണ് മക്കളെ അവരുടെ മെയിൻ. അവര് കുറേ കാര്യങ്ങൾ നമ്മളെ പ്രാന്താക്കാനായിട്ട് ചെയ്തിട്ടുണ്ടാവും, കുറേ ചൊറിഞ്ഞ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ എന്താണെന്നറിയോ? നമ്മുടെ ഈ റിയാക്ഷൻ മാത്രം. നമ്മൾ ദേഷ്യപ്പെട്ടത് പ്രശ്നം, നമ്മൾ സങ്കടപ്പെട്ടത് പ്രശ്നം, നമ്മൾ കരഞ്ഞത് പ്രശ്നം. ഇതിനൊക്കെ കാരണക്കാരാണ് അവരിട്ട. അത് ജമ്മുണ്ടെങ്കിൽ അവർ അംഗീകരിക്കില്ല. അവര് ചെയ്ത തെറ്റ് അവര് ജമ്മത്താലെ അക്സെപ്റ്റ് ചെയ്യില്ല. എന്നിട്ട് ഈ പ്രശ്നങ്ങളെ മുഴുവൻ നമ്മുടെ മേല് അടിച്ചേൽപ്പിക്കും. അവസാനം വാദി പ്രതിയാവും. ഇങ്ങനെയുള്ള ആളുകളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും അവരെ നന്നാക്കാനായിട്ട് പറ്റില്ല. ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, അവരെ ജസ്റ്റ് അങ്ങോട്ട് ഇഗ്നോർ ചെയ്യുക. അങ്ങനെയുള്ള ആളുകളെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട്